ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഒരു വർക്കിംഗ് ഡേയിലെ രാവിലെ ഞങ്ങളുടെ മോർണിംഗ് ആണ് കേട്ടോ. അപ്പം റെജി ഇല്ല, ഇന്നിവിടെ നൈറ്റ് ഡ്യൂട്ടി ആണ്. അപ്പം രാവിലെ എത്തുകയേ ഉള്ളൂ. ഞാൻ ശമ്പൂട്ടനും മാത്രമുള്ള ഒരു മോർണിംഗ് റൂട്ടീനാണേ. അപ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസമല്ലേ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കുന്നതാണ്. ഇന്ന് കുറച്ച് പണി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീക്കാമെന്ന് വിചാരിച്ചത്. ശമ്പൂട്ടൻ ഒരു 5 മണി 5:15 ആകുമ്പോഴത്തേനും എണീക്കാറുണ്ട്. പക്ഷേ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മൊത്തവും കുറേ നേരം കളിച്ച് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന കാരണം ഇന്ന് കുറച്ച് മടിയാണ്. മാത്രമല്ല നല്ല തണുപ്പുമുണ്ട്, നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ നല്ല തണുപ്പുമുണ്ട്, അതുകൊണ്ട് ശമ്പൂട്ടൻ എണീക്കാൻ ഇത്തിരി മടിയുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലത്തേക്കുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇന്ന് ഞാൻ കുറച്ച് കറിയൊന്നും വേണ്ടാത്ത സംഭവങ്ങളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അധികം പണിയൊന്നുമില്ല. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെയാണ് രാവിലെ ചെയ്യുന്നതെങ്കിൽ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ചിലപ്പോൾ രാത്രി തന്നെ വെക്കും. അതല്ലെങ്കിൽ രാവിലെ എണീറ്റ് ചടപടിയെന്നങ്ങ് അരിഞ്ഞാൽ മതി. അപ്പം പ്രജയുള്ള ദിവസമാണെങ്കിൽ ശമ്പൂട്ടൻ്റെ കാര്യമല്ല, കുറേയൊക്കെ ശമ്പൂട്ടൻ തന്നെ നോക്കും, ബാക്കി പ്രജയും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന കാരണം അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി, അങ്ങനെയാണ്. പക്ഷേ ഇന്നിപ്പം കറിയൊന്നും പ്രജ ഇല്ലാത്തത് കൊണ്ട് തന്നെ കറിയൊന്നും വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ അരിയും ഉഴുന്നും എല്ലാം വെള്ളത്തിലിട്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ജനലൊക്കെ തുറന്നതിന് ശേഷം ആദ്യം തന്നെ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടി നോക്കും. ഓവർനൈറ്റ് എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പം എന്തായാലും എൻ്റെ ബാഡ് ലക്കാണ്, എനിക്കിതുവരെ പ്രത്യേകിച്ചൊരു അങ്ങനെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. അപ്പം എന്താണ്, നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ടും വ്യൂസും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് എണീറ്റിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോകും. ഇനി അധികം നേരം ശമ്പൂട്ടിനെ നിന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുകയൊന്നുമില്ല കേട്ടോ, കാരണം താഴത്തെ ആൻറ്റി എല്ലാവരും ഉറങ്ങുമായിരിക്കും. നമ്മൾ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കി വിളിക്കേണ്ട കാര്യമില്ല. അപ്പം രാവിലെ തന്നെ ഞാൻ വേഗം ബാൽക്കണിയുടെ ഡോറൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണേ. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ട് 2 സൈഡും പുറത്തൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം എന്താണെന്നറിയോ, കേരളമല്ലേ, എനിക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ ജീവിക്കാനായിട്ട്. വെളുപ്പിന് വരെ നമ്മൾക്ക് കുറേ അക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളവരുടെ ന്യൂസൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. രാവിലെ ആണെങ്കിൽ 5 മണിയായാലും കണ്ടോ നല്ല ഇരുട്ടാണ്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് നല്ല കാറ്റും മഴയും അതേപോലെ ഭയങ്കര തണുപ്പും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നതിന് ശേഷം കുറച്ച് ഫ്രഷ് എയറൊക്കെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ബാക്കി എന്നാൽ എൻ്റെ റൊട്ടീനിലേക്ക് കടക്കാമെന്ന്. ഞാൻ നമ്മുടെ വാഷ്റൂം പരിപാടി, പല്ല് തേപ്പ്, അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതേപോലെ രാവിലെ തന്നെ ഒന്ന് വേഗം വീടൊന്ന് അടിച്ചു വാരിയിടും. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ശമ്പൂട്ടിന് എണീറ്റിട്ട് വിളക്കൊക്കെ കൊളുത്തുന്ന സമയമാകുമ്പോൾ പിന്നെ വീടൊക്കെ വൃത്തിയായിട്ടിരിക്കണമല്ലോ. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഫുള്ള് മോപ്പ് ചെയ്തിട്ടാണ് കിടക്കുക. എല്ലാം ക്ലീൻ ആക്കി, എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ എല്ലാം ക്ലീൻ ആക്കിയിട്ടേ കിടക്കും. കാരണം വൈകുന്നേരം വന്നിട്ട് അവൻ്റെ ഒരു കളി പോലെ ഇരിക്കും വീട് എത്രത്തോളം മോശമാകും എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, ചില ദിവസങ്ങളിൽ ഇങ്ങനെ പേപ്പറൊക്കെ കട്ടിങ്ങും വെട്ടിങ്ങും ഒട്ടിയിരും അങ്ങനത്തെ പരിപാടികളൊക്കെ ആകുമ്പോഴത്തേന് വീട് മൊത്തം ബഹളാവും. അല്ല നമ്മൾ ബുക്ക് വായന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷട്ടിൽ കളി അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ പ്രത്യേകിച്ച് മെസ്സി ആവാറില്ല. അപ്പം എന്തായാലും വൈകുന്നേരം നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതിന് മുമ്പ് ഫുള്ള് വീട് ക്ലീൻ ആക്കും. അതിനുശേഷം പിന്നെ ഇവൻ്റെ ഒരു ആക്ടിവിറ്റി പോലെ ഇരിക്കും, ബാക്കി പിന്നെ രാത്രി ഒന്നും കൂടെ ക്ലീൻ ആക്കുന്നത്. അപ്പം രാവിലെ എണീറ്റ് ഞാൻ പല്ല് തേപ്പ്, നമ്മുടെ ബാത്റൂം പരിപാടി, അതേപോലെ തൂത്തുവാരലെല്ലാം കഴിഞ്ഞു. ഇവനെ വന്ന് വിളിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഉറക്കമാണ്, കാരണം ഭയങ്കര തണുപ്പാണ്. ഞാനാണെങ്കിൽ ഫാന് വിട്ടിട്ടുണ്ട്, അതേപോലെ ജനലും എല്ലാം തുറന്നിട്ടപ്പോഴത്തേക്ക് ഫുള്ള് തണുപ്പായി. എന്നാലും വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് രാവിലെ എണീക്കും കേട്ടോ. എണീക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കുറച്ച് ചൂടുവെള്ളം കൊടുക്കുകയാണെങ്കിൽ ഈ നമ്മൾ ഈ ഒച്ചപ്പാടും ബഹളവും വെച്ച് വിളിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ രാവിലെ എണീറ്റ് വെള്ളം കൊടുക്കുന്നത്. അതായത് മെല്ലെ ഒരു 2 മിനിറ്റ് സമയം എടുക്കണം. നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ, ഈ അലാറം ഒക്കെ ആക്ടിവേറ്റ് ആക്കിയിട്ട് നമ്മൾ ദൂരെ വെക്കണം. അപ്പം നമ്മൾ നടന്നു പോയിട്ട് അത് ഓഫ് ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉറക്കം പോവും. അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നൂസ് ചെയ്തിട്ട് അപ്പം തന്നെ കിടന്നുറങ്ങും എന്നുള്ളത്. അതേപോലെയാണ് ശമ്പൂട്ടിന് എണീറ്റ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കുറച്ച് നേരം വെള്ളമൊക്കെ 2-3 സിപ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരു അടുത്ത ഉറക്കത്തിലേക്ക് അങ്ങ് വഴുതി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഇതാവും. അപ്പം അവനിങ്ങനെ പറയുക, അച്ഛൻ രാത്രി വന്നില്ലേ അമ്മേ, എപ്പോഴാണ് വരിക, അച്ഛനെ വിളിക്കുന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്ക് വേഗം ഞാൻ പ്രജീനെ വിളിച്ച് മെസ്സേജൊക്കെ അയച്ചു, ശമ്പൂട്ടിനെ എണീക്കുന്നില്ല, വേഗം വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയും പ്രജീയുടെ ഒരു കോളൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ എഴുന്നേറ്റ് വന്നോളും. ഞാൻ അപ്പോഴത്തേക്ക് നേരെ മുടിയൊക്കെ ഒന്ന് ചീവിയിട്ട് നേരെ കിച്ചണിലേക്ക് കയറുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ
നമുക്ക് ഇനി അധിക നേരം നിന്നിട്ടുണ്ടെങ്കിൽ ഇനി കുട്ടിക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനുള്ളതാവില്ല. അപ്പോൾ ആദ്യത്തെ തന്നെ പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ടാവും. അതെല്ലാം എടുത്ത് അതാത് സ്ഥലങ്ങളിൽ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ഏരിയ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഒരു കുഞ്ഞു കിച്ചണാണ്. ആ കുഞ്ഞു കിച്ചണിൽ നമ്മളിങ്ങനെ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം കഴുകി വെക്കുമ്പോൾ അത് അതേപോലെ നമ്മൾ അടുത്ത മീൽ പ്രിപ്പിന് മുമ്പായിട്ട് അത് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പാത്രം കിട്ടുകയില്ല. പിന്നെ അടിയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ താഴെ വീണിട്ട് താഴത്തെ അവർക്കൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് ഒരു കുക്കിങ്ങിന് അനുയോജ്യമായ കിച്ചണാക്കി മാറ്റും. അതിനുശേഷം ഇന്നലെ രാത്രി നമ്മൾ അരി ഉഴുന്നും വെള്ളത്തിൽ കുതിരാനിട്ടുണ്ടായിരുന്നു. അരിയും ഉഴുന്നും ഉലുവയും കൂടെ അതിനകത്തുനിന്നൊരു 2-3 പിടി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാ മക്കൾക്കും ഇത് നല്ലൊരു ടിഫിൻ ഐഡിയ ആണ് കേട്ടോ. അപ്പം ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിടി ചോറൊക്കെ ചേർക്കാം, പക്ഷെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം എന്താ വെച്ചാൽ ഇതും അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം, നമ്മുടെ ഉള്ളി, ഇഞ്ചി, മല്ലിയില, ഇനി നമ്മൾ വലിയവർക്കാണെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി വേണമെങ്കിൽ ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് ഇതിനകത്ത് ചേർക്കാം, അതല്ലെങ്കിൽ പച്ചയ്ക്ക് തന്നെ ചേർക്കാം. എനിക്ക് പച്ചയ്ക്ക് തന്നെ ചേർക്കുമ്പം ഒരു ഉഴുന്നുവട കഴിച്ച ഫീല് കിട്ടും. അതുകൊണ്ട് ഇതിങ്ങനെ കലക്കിയിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. പന്നിയാരം, അതാണ് ശമ്പൂട്ടൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് ഫുഡാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ചട്നിയോ സോസോ എന്തെങ്കിലും കൂട്ടി കഴിച്ചോളും. അപ്പോൾ ഈ ഉണ്ണിയപ്പച്ചട്ടി കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട, ഇതിനൊരു എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അമ്മയുടെ ഉണ്ണിയപ്പച്ചട്ടിയാണ്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് അവിടെ നിന്ന് ഇത് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് പുതിയ ഒരെണ്ണം മേടിച്ചു കൊടുത്തു. മേ ബി ഒരു 7 വർഷം മുമ്പേ. അപ്പോൾ 8 വർഷം മുമ്പേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ന് 8 വർഷമായിട്ടും ഇതുവരെ അമ്മ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അമ്മയുടേത് പഴയതിരുന്നത് ഞാൻ കൊണ്ടുവന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ യൂസ് ചെയ്യാതെ ഇരുന്നിട്ടില്ല. കാരണം ശമ്പൂട്ടിന് അത്ര ഇഷ്ടമായതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉണ്ടാക്കും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ചില ദിവസങ്ങളിൽ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കും ചായയുടെ കൂടെ. നല്ല ടേസ്റ്റാണ്. ചട്നിയുടെ കൂടെ നല്ല ഇഞ്ചിയും ഒക്കെ വെച്ച് അരച്ച് തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ തക്കാളി ചട്നി ആണെങ്കിലും നല്ല രസമാണ്. പക്ഷേ തേങ്ങാ ചട്നിയുടെ കൂടെ ഇതിങ്ങനെ ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ലേശം കുരുമുളകും കൂടി ഇടണം കേട്ടോ. അതായത് നമ്മൾ തേങ്ങ അരിമാവ് അരച്ച് ഒരു ലാസ്റ്റ് ഒരു പൾസിന് മുമ്പ് ഒരു 2 കുരുമുളകും കൂടി ഇട്ട് അടിക്കണം. അപ്പം ചെറിയൊരു ഫ്ലേവറും വരും. അതേപോലെ ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടുമ്പോൾ നല്ല ഉഴുന്നുവട കഴിക്കുന്ന അതേ ഫീലിംഗ് കിട്ടും. അപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശമ്പൂട്ടൻ്റെ ടോയ്ലറ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അവൻ ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇനി ആളുടെ കാര്യങ്ങൾ ആൾ സ്വന്തമായിട്ട് നോക്കിക്കോളും. ആ സമയത്തിന് ഞാൻ രണ്ടാമത്തെ ടിഫിൻ ബോക്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും വെക്കാം. പൊതുവേ മഴക്കാലം ആയതുകൊണ്ട് ആരും അധികം പേരും ഫ്രൂട്ട്സ് കൊടുത്ത് വിടാറില്ല. പിന്നെ മാക്സിമം കുട്ടികൾ നേന്ത്രപ്പഴം അങ്ങനത്തെയൊക്കെ കൊണ്ടുവരും. പക്ഷെ ശമ്പൂട്ടിന് പഴം കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത സാധനമാണ്. അതുകൊണ്ട് പഴം കൊടുത്തു വിട്ടാലും താല്പര്യമില്ല അല്ലേ? വാട്ടർമെലൺ ഹി ഹേറ്റ് പഴം. അപ്പം വാട്ടർമെലൺ ആവുമ്പോൾ കഴിച്ചോളും എന്ന് കരുതിയിട്ട് നമ്മൾ ഇത് മേടിച്ച് ഇങ്ങനെ ചെറിയ കുറച്ച് മതി കേട്ടോ. അപ്പോൾ എന്തായാലും 2 ബ്രേക്കാണ് അവർക്കുള്ളത്. നമ്മൾ ഇവിടുന്ന് ചെന്നിട്ട് ഫസ്റ്റ് ബ്രേക്ക് ഒരു 11 മണി, ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോൾ ആദ്യത്തെ ബ്രേക്കിൽ. കാരണം ഇവിടുന്ന് 6:30 പോകുന്നതല്ലേ. അപ്പോൾ രാവിലെ എന്തെങ്കിലും ഒരു ഗ്ലാസ് പാല് വല്ലതും കൊടുത്തിട്ട് വിട്ടാൽ മതി എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പണിയാരം കൊടുത്തു വിടുന്നത്. അത് ഞാൻ പാക്ക് ചെയ്യുമ്പം എടുക്കാനുള്ള ക്ലിപ്പ് പോയി അവിടുന്ന്, അതുകൊണ്ട് അത് പോയി. പിന്നെ ഒരു 10-11:30 ആകുമ്പോഴത്തേക്ക്, ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊടുക്കുന്നതാണ് ഷോർട്ട് ബ്രേക്ക്. അപ്പം അതിന് കൂടുതലായിട്ട് പ്രിഫർ അവർ ചെയ്യുന്നത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഗ്രാബ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ. അപ്പം ഇവിടുത്തെ ലഞ്ചിൻ്റെ ടിഫിൻ ബോക്സിൻ്റെ മൊത്തത്തിലുള്ളൊരു റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ വീണോ പെറുക്കി എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റുള്ളൂ. ഈ പുട്ട്, ഉപ്മാവ്, ചോറ്, നൂഡിൽസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൊടുത്തു വിടാൻ പാടില്ല. അതായത് ഇപ്പം ചപ്പാത്തി, റൊട്ടി പോലുള്ള സാധനങ്ങൾ താഴെ വീണ കുട്ടികൾക്ക് തന്നെ പെറുക്കി എടുക്കാമല്ലോ. അങ്ങനെ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളൂ. അതേപോലെ നോൺ വെജ് കംപ്ലീറ്റ്ലി അലൗ ചെയ്യില്ല. കാരണം കുറേ കുട്ടികൾ വരുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്, അവർ പ്യുവർ വെജിറ്റേറിയൻസ് ആണ്, ടീച്ചേഴ്സും അതെ. അപ്പം എന്തായാലും അത് നോൺ വെജ് ഒരിക്കലും അലൗഡ് ആവില്ല. ഈവൻ മുട്ട പോലും അലൗഡ് ആക്കിയിട്ടില്ല. അപ്പം എന്തായാലും ടൈം ആയപ്പോഴത്തേക്ക് ശമ്പൂട്ടൻ കുളിച്ച് റെഡി ആയിട്ട് വന്നു. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇന്ന് വെള്ളത്തിന് ചൂടുവെള്ളമാക്കി കൊടുത്തിരുന്നു, എന്നാലും ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ആൾ വന്നിട്ട് കളിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചു. പക്ഷേ വിളക്കെല്ലാം
കൊളുത്തിയിട്ട് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ. അപ്പം ഇന്നലെ രാത്രി അച്ഛനും മോനും കൂടെ കളിച്ചിട്ട് അതവിടെ വെച്ചിരിക്കുകയായിരുന്നു, ബാറ്റും ബോളും എല്ലാം. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ട് പറഞ്ഞു ഞാൻ റോഡിൽ പോയിട്ട് കളിക്കും എന്ന് പറഞ്ഞിട്ടാണ്, ഇന്ന് വൈകിട്ട് വരുമ്പോൾ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വിളക്കെല്ലാം കൊളുത്തി അതിനുശേഷം സ്നാക്സൊക്കെ കഴിച്ചു. അതായത് ആ മുട്ട മാത്രമേ കൊടുത്തിട്ടാണ് പൊതുവേ ഞാൻ വിടുക. പക്ഷേ ഈ പന്നിയാരം അവന് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു മുട്ട വേണ്ട, എനിക്ക് പന്നിയാരം തന്നെ കഴിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. ഇതെനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ആക്കിയത് മൊത്തം കൊടുത്ത് വിടത്തൊന്നുമില്ല, ഒരു 8-10 എണ്ണമൊക്കെ കൊടുത്തു വിടുകയുള്ളൂ, അതിൽ കൂടുതലൊന്നും കൊടുത്തു വിടില്ല. കാരണം അത്ര സമയം ഉണ്ടാവുള്ളൂ അവർക്ക് കഴിക്കാനായിട്ട്. പിന്നെ മൊത്തം സമയം കളിക്കണം എന്നുള്ളൊരു മൈൻഡല്ലേ. അങ്ങനെ ഒരു 2-3 പന്നിയാരവും ഒരു ഹാഫ് മുട്ടയും കഴിച്ചിട്ട് അവൻ അവിടുന്ന് പോയി. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഗാർഡനിലേക്കൊക്കെ വരുന്നത്. ആൻറ്റി അടിപൊളിയായിട്ടാണ് ഗാർഡൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കുറേ നിന്നു. പക്ഷേ എന്താണെന്നറിയാമോ, രാവിലെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര കൊതുകിൻ്റെ ശല്യവും ഈച്ചയുടെ ശല്യമൊക്കെയാണ്. അതുകൊണ്ട് ശമ്പൂട്ടരെ ഞാൻ അകത്ത് തന്നെ നിർത്തും. ബസ് ദൂരെ നിന്ന് കാണുമ്പോഴാണ് ജസ്റ്റ് ഇപ്പം വിടുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് ഇന്നാണ് നമ്മുടെ പ്രൈവറ്റ് വാനിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. കാരണം ഇത് പ്രൈവറ്റ് വാനിലാണ് മോൻ വിട്ടുകൊണ്ടിരുന്നത്. കാരണം ഇങ്ങോട്ടേക്ക് സ്കൂൾ ബസ് വരുന്നുണ്ടായിരുന്നില്ല, നമ്മൾ സിവിലിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ നാളെ തൊട്ട് സ്കൂൾ ബസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി നമുക്ക്. അപ്പോൾ നാളെ തൊട്ട് സ്കൂൾ ബസ്സിനാണ് ഇനി പോവുക. സ്കൂൾ ബസ് മീൻസ് ഇതുപോലെ സ്കൂളിൽ നിന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വാനായിരിക്കും വരിക. പിന്നെന്താ, രാവിലെ നമ്മുടെ 4 മണി 5 മണി തൊട്ടുള്ള ഒരു ഓട്ടോ ഇപ്പം തീരും. എന്താ വെച്ചാൽ നമ്മൾ ഇനി കുറച്ച് നേരം ഫ്രീ ആയിരിക്കും. അപ്പം എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു 13 വർഷമായിട്ട് കൂടെ കൊണ്ട് നടക്കുന്ന ആളാണ് ഈ ഒരു ഗുളിക. നമ്മുടെ തൈറോയിഡിൻ്റെ ഗുളികയാണ്. ബാക്കി എന്തൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇത് സ്കിപ്പ് ചെയ്യാറില്ല. കാരണം നമുക്ക് പാരമ്പര്യമായിട്ട് വീട്ടിലെല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡിസം. അപ്പം അങ്ങനെ പിന്നെ ഇപ്പോഴാണ് ഞാൻ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതേ ഉള്ളൂ. ഇനി ഇപ്പം തൊട്ടുള്ള വെള്ളമാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയും 2-3 ലിറ്ററൊക്കെ വെള്ളം കുടിക്കാൻ നോക്കും. മഴക്കാലം ആയതുകൊണ്ട് 2 തന്നെ കഷ്ടിയാണ്. ആ ഒരു ബോട്ടിലെങ്കിലും തീർക്കണം എന്നൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ എല്ലാ വിൻഡോസ് എല്ലാം തുറന്നിട്ടു. അപ്പോഴത്തേക്ക് വേസ്റ്റ് വരാൻ സമയമായി. പ്രജി അതിനിടയ്ക്ക് വന്നു കേട്ടോ. പ്രജി വന്നു, എന്നിട്ട് നമുക്ക് പ്രജിയാണിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരും, ഫുഡ് വേസ്റ്റ്. പിന്നെ ബാക്കി പ്ലാസ്റ്റിക് പേപ്പർ വേസ്റ്റ് ഒക്കെ വെള്ളിയാഴ്ച ദിവസമാണ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ താഴെ കൊണ്ട് കൊടുത്താൽ മതി, ഞങ്ങൾ എടുത്തോളും. പിന്നെ പേ ചെയ്യണം കേട്ടോ, മന്ത്ലി പേ ഉണ്ട്. അപ്പം പ്രജി ഇന്ന് വരുന്ന വഴിക്ക് നമ്മൾ സ്ഥിരം പാല് മേടിക്കുന്ന കടയിൽ നിന്ന് പാല് മേടിക്കാൻ പറ്റിയില്ല, കട തുറന്നിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞു. കുറച്ച് നേരത്തെ എത്തിയിരുന്നു. അപ്പം ഞാൻ വേഗം കട്ടനാക്കാൻ പറഞ്ഞു. കട്ടനാക്കി. ഭയങ്കര മഴയും തണുപ്പും ഒക്കെ അല്ലേ, നല്ല ചൂടോടെ നേന്ത്രപ്പഴം ഇങ്ങനെ പുഴുങ്ങിയിട്ടുണ്ട്. ഈ പഴം ഐറ്റംസ് ഒന്നും നമ്മുടെ ശമ്പൂട്ടൻ കഴിക്കില്ല, അതാ പ്രശ്നം. മീൻസ് പഴം, നേന്ത്രപ്പഴം, കുഞ്ഞിപ്പഴം, റോബസ്റ്റ അതൊന്നും. അപ്പം പിന്നെ മുട്ട പുഴുങ്ങിയതും പന്നിയാരവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ട് നമ്മുടെ വാട്ടർമെലണും നേന്ത്രപ്പഴവും എല്ലാം നമ്മുടെ ശമ്പൂട്ടിന് കൊടുത്തു വിട്ട് അതേ സംഭവം തന്നെയാണ് നമ്മളും കഴിച്ചത്. പിന്നെ കുറച്ച് നേരം ഞാൻ പുറത്ത് വന്നു നിന്നു. നല്ല കാറ്റാണ് രാവിലെ, നല്ല കാറ്റ് വെച്ചാൽ നല്ല കാറ്റും. മഴ ഇങ്ങനെ തോരാതെ ഇങ്ങനെ പെയ്തോണ്ട് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ചിന്നിമിന്നി ഇങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പെരുമഴയല്ല, എന്നാൽ കാറ്റും തണുപ്പും കണ്ടോ, അതാ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ബാൽക്കണിയിലാണെങ്കിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്, അത് പോവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ നേരം അങ്ങനെ നിന്നു. എനിക്ക് പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ലഞ്ചിന് ഇടാമെന്ന് കരുതി. പ്രജി വന്നു കിടന്ന് ഉറങ്ങി കേട്ടോ കുറച്ച് നേരം. കാരണം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലേ, പ്രജി ഉറക്കമാണ്. അപ്പോൾ അധികം ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ പണിയിലേക്ക് അങ്ങനെ അങ്ങ് പോയി. നമ്മൾ 2 കുക്കറിൽ പെട്ടെന്ന് ഒരിടത്ത് ചോറും വെച്ചു, ഒരിടത്ത് ചെറുപയർ കറിക്കുള്ള കറിയും വെച്ചു. പിന്നെ എന്തെങ്കിലും ഒരു വറവ് വേണമല്ലോ എന്ന് കരുതിയിട്ട് ബീട്രൂട്ട് മെഴുക്കുവരട്ടി വെക്കാമെന്ന് കരുതി അതെടുത്തു. അതേപോലെ ഇതിനകത്തേക്ക് ഇനിയും ഇപ്പം ഇങ്ങനെ കുറച്ച് ഞാൻ മെഴുക്കുവരട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടായിരിക്കും, അങ്ങനെ കുത്തിക്കാച്ചിലും പരിപാടിയും ഒന്നുമില്ല. പിന്നെ വെക്കുന്നത് എന്തുണ്ടെങ്കിലും ഇരുമ്പിൻ്റെ പാത്രത്തിലും മണ്ണിൻ്റെ പാത്രത്തിലും മാത്രമേ വെക്കുകയുള്ളൂ. ഞാൻ ദോശയും അതേപോലെ ഈ പന്നിയാരവും മാത്രമാണ് നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുക, ബാക്കിയെല്ലാം എൻ്റെ ഉള്ളത് ഇരുമ്പും മണ്ണും മാത്രമാണ്. അപ്പോൾ നമുക്ക് പിന്നെ മീൻ മാരിനേറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഇന്നലെ മേടിച്ച ചൂരയുടെ കുറച്ച് ബാക്കിയുണ്ടല്ലോ, ഇന്നലെ ചൂരക്കറി കണ്ടില്ലേ, അതിൻ്റെ കുറച്ച് ബാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം ഒരു പേസ്റ്റ് ആക്കും. ആ പേസ്റ്റാണ് ഞാൻ മീനിൻ്റെ കഷ്ണങ്ങളിൽ തേച്ച് പിടിപ്പിച്ച് വെക്കും. ഇപ്പം ഏകദേശം ഒരു 10-12 മണി ആയിട്ടുണ്ടാവും. അപ്പം നമ്മളെന്തായാലും 2 മണി 2:30ക്കാണ് ചോറ് കഴിക്കുക. അപ്പോൾ ആ സമയത്തേക്കേ നമ്മൾ വറക്കുകയുള്ളൂ. അത്രയും നേരം നല്ല അടിപൊളിയായിട്ട് ഉപ്പൊക്കെ പിടിച്ച് പുളിയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കും. പുളിയല്ല, ഉപ്പ് മസാലയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കണമല്ലോ. അപ്പം മീനിനെ അങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചു.
അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പണിക്കൊക്കെ അങ്ങ് പോയി. അതിനുശേഷം ശമ്പൂട്ടൻ വരാറാകുന്ന ഒരു സമയമായപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പപ്പടവും കാച്ചാം, മീനും വറുത്തെടുക്കാം. കാരണം പപ്പടം കാച്ചിട്ട് ആ എണ്ണ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. അപ്പം എന്താണോ അന്നത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമുക്കൊരു ഐഡിയ കാണും, അതിനനുസരിച്ചാണ്. അപ്പം വേറെ വറക്കാനും പൊരിക്കാനും ഒന്നും ഇല്ലെങ്കിൽ ഈ എണ്ണ തന്നെ ഉപയോഗിച്ചിട്ടായിരിക്കും തോരന് ഇതാക്കുന്നതും കറിക്ക് കടുവറുക്കുന്നതും അങ്ങനെയൊക്കെ. ഈ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഗ്യാസ് ഭയങ്കരമായിട്ട് വൃത്തികേടാകുമായിരുന്നു. കാരണം ഇത് പൊട്ടിത്തെറിച്ചൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്ക് ഇത് വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നമേ ഇല്ല. അപ്പം എന്തായാലും ഇപ്പം ഒരുപോലെ തന്നെയാണ്. പക്ഷെ അപ്പം കുറച്ചും കൂടി നല്ലത് വെളിച്ചെണ്ണയാണെന്ന് ഓർത്തുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് എല്ലാം ചെയ്യുക. അങ്ങനെ മീനെല്ലാം വറുത്തെടുത്തു. അപ്പോൾ ഇതിന് കുറച്ച് മസാല എക്സ്ട്രാ ഞാൻ ഇടുന്നത് തന്നെ ഈ പൊരിഞ്ഞ മസാല പ്രജിക്ക് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ പ്രജി എണ്ണീറ്റായിരുന്നേ ഉറക്കത്തിൽ നിന്ന്. ശമ്പൂട്ടൻ എത്തി. ഞാൻ പെട്ടെന്ന് എനിക്ക് ഇവൻ വരുന്ന സമയം അറിയാവുന്നതുകൊണ്ട് അപ്പാണ് പപ്പടമൊക്കെ കാച്ചുള്ളൂ. കാരണം ചൂടോടെ ചോറ് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ അവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയ പാടെ അച്ഛനോട് വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞങ്ങ് തീർക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നുപോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിരുന്നു എഴുതിയിട്ടാണ്. അപ്പോൾ ഓടി വന്നിട്ട് എന്നോട് പറയുകയാണ്. ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ. എന്തായിരുന്നു ഇച്ചിരി ബാഡോ ആയത്? അപ്പം നമ്മുടെ ശമ്പൂട്ടൻ എനിക്ക് അവനത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് അവൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഒരാൾ, അല്ലെങ്കിൽ അവൻ ഇഷ്ടമുള്ള ഒരാൾ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ വരുന്ന ഒരാൾ വയറ്റിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവന് ഫീൽ ആയത് സാഡായിട്ടാണല്ലോ. ഞാൻ എന്തുണ്ട് ഇന്നത്തെ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഗുഡ് ആയിരുന്നു, പക്ഷെ ഒരു ചെറിയ ബാഡും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ കൂടെ ഉള്ളവർക്കൊരു വിഷമം വരുന്നത് അവനും കൂടെ ഒരു വിഷമമാണ്, അവനൊരു സാഡാണ് എന്നുള്ളത് അവൻ എക്സ്പ്രസ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇതുകൊണ്ടാണ് പറയുന്നത് രാവിലെ ചോദിച്ചിൽ പോകണം, എല്ലാവരും ഇതായിട്ടിരിക്കണം എന്നൊക്കെ. എന്നിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ വീടെല്ലാം ഒന്ന് വാക്യൂം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ സമയമായി. ഇപ്പം ഞാൻ വീടിൻ്റെ തുടച്ചും കൂടെ കഴിഞ്ഞിട്ട്, കാരണം ശംഭുവിന് ചില ദിവസങ്ങളിൽ ലേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിലോ അല്ലെങ്കിൽ അവൻ ടയേർഡായിട്ടാണ് വരുന്നതെങ്കിലോ ഒക്കെ ഞാൻ ഭാര്യയെ കൊടുക്കുക. കാരണം ഉച്ചയ്ക്ക് മിക്കവാറും ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കാറ്, ഒരു പ്ലേറ്റിൽ നിന്ന് അങ്ങനെയാണ് കഴിക്കാറ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അതൊരു ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമുക്ക്. അതൊരു ചെറിയ കാര്യമല്ല ഒരു പ്ലേറ്റിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം അത്യാവശ്യം നല്ലൊരു പീസ് ഓഫ് ചിക്കൻ, അല്ലെങ്കിൽ അവനൊരു പനീറാണ് ഇഷ്ടമെങ്കിൽ നല്ലൊരു പീസ് കിട്ടുമ്പോൾ അത് മൊത്തത്തിൽ സ്വന്തമാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ചൊരു പോർഷൻ മാറ്റി വെക്കാൻ പഠിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ വളരണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ. അപ്പം പിന്നെ എന്താ, 2:30 ആകുമ്പോൾ ശമ്പൂട്ടൻ എത്തും. 3:30 ആകുമ്പോഴത്തേനും ശമ്പൂട്ടൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. ബാക്കി ഉറങ്ങി എണീറ്റിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഈവനിങ് വ്ലോഗായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒത്തിരി വലുതായില്ലേ. എന്തായാലും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.